അത് അടുത്ത ബാനർ അവിടെ പൊക്കുകയാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ബാനറുകൾ ക്യാമ്പസിലെമ്പാടും ഉയരും എന്നായിരുന്നു SFIയുടെ മുന്നറിയിപ്പ്. എന്താണ് ആ ബാനർ താഴ്ത്തിയാൽ അതിന് സമാനമായ രീതിയിൽ ഡൗൺ ചാൻസലർ എന്നുള്ള ബാനർ ആദ്യം ഉയർന്നു. അടുത്ത ബാനർ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. അവിടെ ചാൻസലറുടെ നീക്കങ്ങൾക്കെതിരെ സമരഭരിതരാവുകയാണ് കാലിക്കറ്റ് സർവകലാശാല. ഓർക്കൂ ചാൻസലർ, ഇത് കേരളമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് തോന്നുന്നു പുതിയ ബാനർ ഉള്ളത്. SFIയുടെ പുതിയ ബാനറുകൾ ക്യാമ്പസിലേക്ക് വരികയാണ്. അപ്പോൾ നേരത്തെ തന്നെ SFI പദ്ധതി ഇട്ടിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു ഈ സമരം. ഇത് ഇത്തരത്തിൽ മുൻകൂട്ടി കണ്ടിരുന്നു SFI നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ ബാനറുകളുമായി ഗവർണർ ഒരു ബാനർ താഴ്ത്തിയപ്പോൾ അല്ലെങ്കിൽ 10 ബാനർ ഉയർത്താനാണ് SFIയുടെ തീരുമാനം. അതനുസരിച്ച് ക്യാമ്പസിൽ SFIയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അതനുസരിച്ച് പുതിയ ബാനറുകൾ ക്യാമ്പസിന്റെ പല ഭാഗങ്ങൾ ഉയരുകയാണ്. എന്താകും ഇനി എന്ന് കാത്തിരുന്ന് കാണണം. ഒരൊറ്റ ബാനർ കണ്ടപ്പോഴേക്കും അത്ര കണ്ട് പ്രകോപിതനായ ഗവർണർ ഈ ബാനർ എല്ലാം കൂടി കാണുമ്പോൾ ഏതളവിൽ പ്രകോപിതനാകുമെന്ന് കാത്തിരുന്ന് കാണണം. എന്താകും എടുക്കാൻ പോകുന്ന നടപടി എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും SFIയും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചുകൂടി നേർക്കുന്ന ഏറ്റുമുട്ടലാകുന്നു. SFI എന്നാൽ ക്യാമ്പസിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് ഗവർണറോട് പറയുന്നു. ഗവർണർ ആ സർവകലാശാലയുടെ അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനിരുന്ന ഗവർണർ ആ സർവകലാശാലയുടെ ക്യാമ്പസിൽ തന്നെ വന്ന് താമസിക്കുന്നു. ഗവർണറും ഒട്ടും മോശമല്ല, SFIയും മോശമല്ല. രണ്ടുപേരും പരസ്പര വെല്ലുവിളികളുടെ ഭാഷയിൽ നിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സംഘർഷഭരിതം ആകാൻ പോകുന്നത് ഈ രാത്രി എന്നറിയില്ല. അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. പോലീസിനെതിരെയും PMR ഷോ അടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓർക്കണം, CPM ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനുള്ള കീഴിലുള്ള അതേ പോലീസിനെതിരെ ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന വലിയ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയും നമ്മൾ കാലിക്കറ്റ് സർവകലാശാല കണ്ടു. വിസയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗവർണർ ഇപ്പോൾ പറയുകയാണ്. മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള എന്നുള്ളതാണ് SFI ഉയർന്ന പുതിയ ബാനറിന്റെ പ്രമേയം. നേരത്തെ നമ്മൾ കണ്ടു ഡൗൺ ചാൻസലർ എന്നുള്ളതായിരുന്നു മറ്റേ ബാനർ. രണ്ടാമത്തെ ബാനർ ഉയരുന്നു എന്ന് പറഞ്ഞാൽ ക്യാമ്പസിലുടനീളം ചാൻസലർക്കെതിരെ, അവിടെ ഗവർണർ എന്നുള്ള നിലയ്ക്കല്ല ചാൻസലർ എന്നുള്ള നിലയ്ക്കാണ്, ചാൻസലർക്കെതിരെ ബാനറുകൾ ഉയരും എന്നുള്ളതാണ് SFIയുടെ പ്രഖ്യാപനം. അതനുസരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ദീപക് ധർമ്മനം ചെയ്യുന്നു. ദീപക്, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കലുഷിതമാകുന്നു. വിസയ്ക്കെതിരെ SFI പ്രവർത്തകർ ബാനർ ഉയർത്തതിന്റെ പേരിൽ എന്തു നടപടി എന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പ്. ദീപക്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലിക്കറ്റ് സർവകലാശാല സംഘർഷഭരിതമായി മാറിയിരിക്കുന്നു. SFIയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത്, പോസ്റ്ററുകൾ അഴിക്കാൻ നീക്കം ചെയ്യാൻ വേണ്ടി ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങുന്നു. പോലീസുമായി ഗവർണർ ശകാരിക്കുന്നു. SFI പ്രവർത്തകരും SP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ശകാരിക്കുന്നു. സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിനിടയിൽ ഒരു പുതിയ വാർത്ത പുറത്തു വരികയാണ്. കാലിക്കറ്റ് VCക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഗവർണർ നീക്കം ആരംഭിച്ചിരിക്കുന്നു. പോസ്റ്ററുകൾ നീക്കാൻ വേണ്ടി, ബാനറുകൾ, ഫ്ലക്സുകൾ നീക്കം ചെയ്യാൻ വേണ്ടി പ്രതിഷേധ ഫ്ലക്സുകൾ നീക്കണം എന്ന് ഗവർണർ ചാൻസലർ. ഈ ഫ്ലക്സുകൾ, ബാനറുകൾ ഉയർത്തുന്നത് കേരളത്തിൽ നിയമവിരുദ്ധമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ രാഷ്ട്രീയ മുദ്രാവാക്യവുമായി സർക്കാരിനെതിരെ വിയോജിക്കുന്നവർക്കെതിരെയുള്ള 100 ബാനറുകൾ കാണാം. അതൊരു മഹാപരാധം കേരളത്തിലല്ലല്ലോ ദീപക്. ഭാഗ്യവശാൽ അങ്ങനെയിരിക്കെ വിസയ്ക്കെതിരെ എന്തു പറഞ്ഞ് നടപടിയെടുക്കുമെന്നാണ് ഗവർണറുടെ മുന്നറിയിപ്പ്. ദീപക്, എന്നാൽ ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തിൽ ദുരുപയോഗം ഉണ്ടായിരിക്കുന്നു, ചാൻസലറുടെ നിർദ്ദേശം നടപ്പിലാക്കിയില്ല തുടങ്ങിയ കാരണങ്ങളുടെ വിശദാംശങ്ങൾ രാജ്ഭവൻ തേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർക്കെതിരെ, ഡോക്ടർ ജയരാജ് വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ നടപടികൾക്കുള്ള നിർദ്ദേശം ഗവർണർ നൽകിയിരിക്കുന്നു രാജ്ഭവന് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഒരു സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. ചാൻസലറുടെ നിർദ്ദേശം വൈസ് ചാൻസലർ നടപ്പിലാക്കിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള പരാജയം, ഇത്തരം കാര്യങ്ങളുടെ വിശദാംശം